ഈ വീഡിയോ കഴിയാൻ നേരത്തെ നിങ്ങളുടെ പലരുടെയും മൈൻഡിലേക്ക് കുറച്ച് പേരുടെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് തെളിഞ്ഞു വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു വലിയ ഡിസ്കംഫോർട്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റാണത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ലൈഫ് സേവർ വീഡിയോ ആണെന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സൈക്കോളജി എന്താണ്, മാനിപ്പുലേഷൻ ടാക്ടിക്സ് എന്താണ്, ഡാർക്ക് സൈക്കോളജി മാനിപ്പുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ ഇൻ ഡെപ്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന മലയാളത്തിലെ ഏക വീഡിയോ ആയിരിക്കും ഇത്. നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പലർക്കും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഡിഫിക്കൽട്ടീസും സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഡിപ്രഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ആക്ച്വൽ കോർ റീസൺ എന്ന് പറയാൻ നേരത്തെ ഇപ്പോൾ നിങ്ങൾക്കാണ് ഒരു പ്രശ്നമുള്ളതെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കില്ല ഇതിന്റെ മേജർ റീസൺ. അതൊരു എക്സ്റ്റേണൽ ഫാക്ടർ ആയിരിക്കാം, ഒരു ഇൻഡ്യൂസ്ഡ് ഫാക്ടർ ആയിരിക്കാം. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആൾക്കാർ കാരണമായിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷൻ അതേപോലത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നില്ല, ഞാനിത് ടെക്നിക്കലി കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഈ ഒരു വീഡിയോയിൽ. ഈ വീഡിയോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം 48 Laws of Powerന്റെ കംപ്ലീറ്റ് വീഡിയോ ചെയ്തപ്പോൾ അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ 48 Laws of Powerൽ ഞാനത് ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്യാത്തത് കൊണ്ട് പലർക്കും ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. എനിക്ക് മെസ്സേജ് അയച്ചൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റർ ആയിട്ടാണ് ഈ വീഡിയോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു തീർക്കാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചിട്ട് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇനിയും ഇതേപോലത്തെ ഹൈ വാല്യൂ ഹൈ ക്വാളിറ്റി കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, മസ്റ്റാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിലെ ലാസ്റ്റ് 3-4 ദിവസത്തെ ഹൈ എഫേർട്ടും ഹൈ റിസർച്ചിൻ്റെ ഭാഗമാണ് ഈ ഒരു വീഡിയോ. ചാപ്റ്റേഴ്സിലേക്ക് പോവാം. ചാപ്റ്റർ നമ്പർ 1, ഡാർക്ക് സൈക്കോളജി ആൻഡ് മാനിപ്പുലേഷൻ. ഡാർക്ക് സൈക്കോളജി ആൻഡ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിക്കുക, ഇത് രണ്ടും ഒന്നല്ലേ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും രണ്ട് കോൺസെപ്റ്റാണ്. ഡാർക്ക് സൈക്കോളജി എന്ന് കേൾക്കാൻ നേരത്ത് പലരും വിചാരിക്കുന്നത് മാജിക്കാണ്, മന്ത്രവാദമാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, ഇതൊരു സയൻസ് ആണ്, സയൻസിന്റെ ഭാഗമാണ്. 100 കണക്കിന് വർഷങ്ങളായിട്ട് ഓൾറെഡി റിസർച്ചേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കോളജിയുടെ ഒരു ഡൊമൈൻ ആണ് ഈ പറയുന്ന ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. ഡാർക്ക് സൈക്കോളജി ഇസ് ദി സയൻസ് ഓഫ് ഹൗ ഹ്യൂമൻസ് എക്സ്പ്ലോയിറ്റ് അതർ ഹ്യൂമൻസ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ മറ്റുള്ള ഒരു മനുഷ്യനെ സൈക്കോളജിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനാണ് ഈ ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്നതിന്റെ ഒരു പാർട്ട് മാത്രമാണ് മാനിപ്പുലേഷൻ. ഇപ്പോൾ ഡാർക്ക് സൈക്കോളജി ഒരു കടലാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴുകിയെത്തുന്ന ജസ്റ്റ് ഒരു റിവർ അല്ലെങ്കിൽ ഒരു പുഴയായിരിക്കും മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഡാർക്ക് സൈക്കോളജിയുടെ ഡൊമൈൻ ഇത്രയും വലുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ തന്നെ അതിൻ്റെ അകത്തൊരു 100 കണക്കിന് മാനിപ്പുലേഷൻ ടാക്ടിക്സ് ഉണ്ട്. മാനിപ്പുലേഷൻ പോലെ തന്നെ വേറെയും കോൺസെപ്റ്റുകളുണ്ട്. പെർsuasion എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനി ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഒരു സ്റ്റിഗ്മ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇത് നമ്മൾ കൂടുതലായിട്ട് അറിയാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും പലരും എൻകറേജ് ചെയ്യുന്നതല്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനറൽ പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെയും ഓഫീസ് അവിടെ പൂട്ടും. മനസ്സിലായോ? രാഷ്ട്രീയക്കാരുടെ, സ്കൂളുകാരുടെ, കോളേജുകാരുടെ, അതേപോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ, ഇവരുടെ എല്ലാവരുടെയും ഒരു അടിത്തറ എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സൈക്കോളജി തന്നെയാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരും. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ ഹീറോ ആയിട്ടുള്ള മാനിപ്പുലേഷനിലേക്ക് കിടക്കാം. മാനിപ്പുലേഷൻ എന്ന് പറയാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ മാനിപ്പുലേഷൻ ടാക്ടിക്കും ആകെ 5 മാനിപ്പുലേഷൻ ടാക്ടിക്കാണ് നമ്മൾ ഇതിൽ ക്ലിയർ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓരോ മാനിപ്പുലേഷൻ ടാക്ടിക്കിനെയും പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്, വിത്ത് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാനിപ്പുലേഷൻ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് അടുത്ത് നോക്കാം. മാനിപ്പുലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് അതർ പേഴ്സൺസ് ബിഹേവിയർ ആൻഡ് പെർസെപ്ഷൻ അബൌട്ട് സംതിങ് ത്രൂ ഡിസെപ്ഷൻ ആൻഡ് അണ്ടർഹാൻഡ് മെത്തേഡ്സ്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ തോട്ട് പ്രോസസ്സിനെയോ അല്ലെങ്കിൽ അയാളുടെ വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ അയാളുടെ ആക്ഷൻസിനെയോ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഇസ് ത്രൂ ഡിസെപ്ഷൻ. പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലല്ല, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അണ്ടർഹാൻഡ് ആയിട്ടുള്ള മെത്തേഡ്സിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പുറത്ത് പറയാൻ അല്ലെങ്കിൽ അൺട്രസ്റ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സിൽ എങ്ങനെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതാണ് മാനിപ്പുലേഷൻ. ഡാർക്ക് സൈക്കോളജി നമ്മൾ നോക്കി, ഇനിയിപ്പോൾ മാനിപ്പുലേഷൻ നോക്കി. അപ്പോൾ മാനിപ്പുലേഷൻ ടാക്ടിക്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും തെറ്റിദ്ധരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജെന്യുവിൻലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളൊരു കാര്യം പറഞ്ഞു തരാൻ നേരത്തെ നിങ്ങൾ ഒരു ബേസ് ലെവൽ നോളജ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി അവൻ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അവൻ എന്നെ കൊണ്ട് ഈ ഒരു കാര്യം നടത്തിയിരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു 3 ലോസ് ഉണ്ട് മാനിപ്പുലേഷൻ ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അതിനുശേഷം നമ്മൾക്ക് ടോപ്പ് 5 മാനിപ്പുലേഷൻ ടാക്ടിക്സിലേക്ക് കിടക്കാം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയാൻ നേരത്ത് റിക്വസ്റ്റ് ഓഫ് ഡിസെപ്ഷൻ ആണ്. റിക്വസ്റ്റ് ഓഫ് ഡിസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി എന്ന് പറയും. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഒരു രാമു എന്നുള്ള ഒരാൾ രാജുവിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു സ്ഥലം വരെ പോകണം, അതെനിക്ക് ബെനിഫിഷ്യലാണ്,
അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതൊരു ചെറിയ രീതിയിൽ ഒരു പെർsuasionൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ അതേ രീതിയിൽ തന്നെ രാമു എന്നുള്ള ഒരാൾ രാജുവിൻ്റെ അടുത്ത് വേറൊരു രീതിയിൽ പറഞ്ഞാലോ, നീ ഞാൻ പറയുന്ന ഒരു സ്ഥലം വരെ പോകണം, അത് നിന്റെ ലൈഫിന് ഒരുപാട് ഗുണം ചെയ്യും, നിന്റെ കരിയറിന് ഒരുപാട് ഗുണം ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ രാമു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അതിലുള്ള ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതിലൊരു ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ഇപ്പം നിങ്ങളുടെ അടുത്തൊരു കാര്യം പ്രത്യേകിച്ച് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ സർഫേസ് ലെവൽ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നീ അവിടം വരെ പോകണം, അത് നിനക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നീ അത് ചെയ്യണം, അത് നിനക്ക് നല്ലതായിരിക്കും, അതെങ്ങനെയാണ് നല്ലത്, ഇവരുമായിട്ട് എങ്ങനെയാണ് അത് റിലേറ്റഡ് ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് കണ്ടീഷൻ നമ്പർ 1 അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈപ്പാസിങ് എ റീസൺ ആണ്. ബൈപ്പാസിങ് എ റീസൺ എന്ന് പറയാൻ നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത പോലെ തന്നെ ഒരു റീസൺ പ്രോപ്പറായിട്ട് തരാനും പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 വികാരങ്ങളുണ്ട് നമ്മളുടെ മനുഷ്യരുടെ. അത് ഫിയർ ആയിരിക്കാം, അത് ഒബ്ലിഗേഷൻ ആയിരിക്കാം, അതൊരു ഗിൽറ്റ് ആയിരിക്കാം മനുഷ്യർക്കുള്ള. അതേപോലെ പല പല ഇമോഷൻസിനെ യൂസ് ചെയ്ത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, ആ കാര്യം ചെയ്തില്ലെങ്കിൽ നിന്റെ കരിയർ അതോട് നശിച്ചു പോകും, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിയർ ആയി. പിന്നെ ഗിൽറ്റ്, നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് ഫീൽ ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നീ എനിക്ക് ഈ ഒരു കാര്യം ചെയ്തു തന്നെ. അപ്പോൾ എന്താണ് ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് യൂസ് ചെയ്തത്. അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീസൺ വരുന്നില്ല. ഇപ്പൊ മനസ്സിലായ കാര്യം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫങ്ഷണൽ ഗോൾ ഇസ് കൺട്രോൾ. ഫങ്ഷണൽ ഗോൾ ഇസ് കൺട്രോൾ എന്ന് പറയാൻ നേരത്ത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിന്റെ മുകളിൽ നിങ്ങളെ അദ്ദേഹത്തിന്റെ മുകളിൽ വളരാനായിട്ട് അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ എന്താണ്, ഒരു മൃഗത്തിനെ നമ്മൾ ഈ കയറിൽ ഇങ്ങനെ കെട്ടിവിടൂലേ, അപ്പൊ ആ കയറിന്റെ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ് ആ മൃഗത്തിന് പോകാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു കൺട്രോൾ ഓവർ യു, അതാണ് പ്രോപ്പർ ആയിട്ടുള്ള തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 ടോപ്പ് മാനിപ്പുലേഷൻ ടാക്ടിക്സിലേക്ക് പോവാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, അല്ലാതെ മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്തൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനോ വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്. ഇത് നമ്മളുടെ കേരളത്തിൽ ഇതിനെ പറ്റിയുള്ള അല്ലെങ്കിൽ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് വളരെ കുറവാണ്. അതുകൊണ്ട് ഒരുപാട് പേര് ട്രാപ്ഡ് ആയി പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു സൊസൈറ്റിനെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ടാക്ടിക് ഓഫ് മാനിപ്പുലേഷനിലേക്ക് പോവാം. സാധാരണ മാനിപ്പുലേഷൻ ടാക്ടിക്സിനെ പറ്റി പറയാൻ നേരത്തെ എല്ലാവരും പറയുന്നതാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു മാനിപ്പുലേഷൻ ടാക്ടിക്. പക്ഷേ അത് ഒന്നാമതാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ ലിസ്റ്റിൽ അത് മൂന്നാമതാണ് വരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനേലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ മലയാളി ഒരു സമൂഹത്തിന് റിലേറ്റഡ് ആയിട്ട് വെച്ച് നോക്കാൻ നേരത്തെ അതിനേലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഉറപ്പായിട്ടുള്ള മാനിപ്പുലേഷൻ ടാക്ടിക്കാണ്. അതിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിൽറ്റ് ട്രിപ്പിംഗ്. ഇതെന്താണെന്നുള്ള ഡെഫിനിഷനൊക്കെ ഞാൻ ഉടനെ തരാം. പക്ഷേ കുറച്ച് എക്സാമ്പിൾ പറയാൻ നേരത്ത് നിങ്ങൾക്ക് ഡെഫിനിഷൻ ഇല്ലാതെ തന്നെ ഇത് മനസ്സിലാവും. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ നമുക്കൊരു കോർപ്പറേറ്റ് എക്സാമ്പിൾ എടുക്കാം. ഈ വീക്കെൻഡിൽ വർക്ക് ചെയ്യണമെന്ന് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് മാനേജർ വന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ നേരത്ത് നിങ്ങൾ എന്താണ്, ഇല്ല എനിക്ക് ഫാമിലി ഉണ്ട്, എനിക്ക് പല പല കാര്യങ്ങളുണ്ട്, എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയാൻ നേരത്ത് അവിടെയാണ് അവർ മാനിപ്പുലേഷൻ ടാക്ടിക് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിന്റെ കൊളീഗ്സ് ഒരുപാട് പേര് ഇത്രയും വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഈ കമ്പനിക്ക് വേണ്ടി, ഈ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി. ഞാൻ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോലും പോവാതെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നിനക്കൊരു വീക്കെൻഡ് ആണോ ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരെന്തിലേക്കാണ് തള്ളിവിടുന്നത്? ഒരു ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു വികാരത്തിലേക്കാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി ഒരു തെറ്റല്ല. നിങ്ങൾ 5 days വീക്കോ അല്ലെങ്കിൽ 6 days വീക്കോ നിങ്ങളുടെ കോൺട്രാക്ട് പ്രകാരം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റൊരു ദിവസവും അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ദിവസങ്ങൾ ഒരു ദിവസമൊക്കെ ആണെങ്കിൽ പോട്ടെ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പോയിന്റിൽ പ്രതികരിക്കും. ആ പ്രതികരിക്കുന്ന ടൈമിലാണ് ഇവർ ഈ ഒരു മാനിപ്പുലേഷൻ ടാക്ടിക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഓക്കെ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, കാരണം നിങ്ങൾക്ക് ആക്ച്വലി കോൺട്രാക്റ്റിലുള്ള ഒരു ഹോളിഡേ ആണ് നിങ്ങൾ എടുക്കുന്നത്. പക്ഷേ അതാണ് ആക്ച്വലി പോസിറ്റീവ് ആൻഡ് അതാണ് റൈറ്റ് ആക്ച്വലി. പക്ഷേ അവിടെ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്താണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു ശരീരം തന്നെ നിങ്ങളെ കൊണ്ട് തെറ്റാണെന്ന് വിചാരിപ്പിക്കുന്നതാണ് ഗിൽറ്റ് ട്രിപ്പിംഗ്. ഇത് ഒരുപാട് പേർക്ക് നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു ഏലിയനേറ്റഡ് കോൺസെപ്റ്റ്സ് അല്ല, ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കോൺസെപ്റ്റാണ് ഇതൊക്കെ. രണ്ടാമത്തെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലി ഇല്ലാത്ത, ഒരുപാട് കഴിവില്ലാത്ത എഞ്ചിനീയേഴ്സ് ഉള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന ഈ ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും പറയും ഓക്കെ നിന്നെ ഇതുവരെ വളർത്താൻ ഇത്ര പാടുപെട്ടു, അത് നിന്നൊരു എഞ്ചിനീയർ ആയിട്ട് കാണാനാണ്. അപ്പൊ നീ വേറൊരു ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ഇത്രയും വർഷത്തെ ആ ഒരു സ്വപ്നം നടക്കില്ല എന്ന് പറയാൻ നേരത്ത് അവിടെ ഒരു വ്യക്തിയുടെ, ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു നീഡ് ചൂസ് ചെയ്യേണ്ടത് അദ്ദേഹം തന്നെയാണ്. പക്ഷെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഗിൽറ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ എന്നാൽ പിന്നെ അവരുടെ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതിക്ക് വേണ്ടിയോ ഞാൻ ഈ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാം, അല്ലെങ്കിൽ എന്താണ് മെഡിസിൻ പഠിക്കാം, അല്ലെങ്കിൽ സോക്കോൾ CA പഠിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ നേരത്ത് അവിടെ ഒരു ഗിൽറ്റിന്റെ ട്രാപ്പിലേക്കാണ് ഒരു മനുഷ്യനെ മറ്റുള്ളവർ തള്ളിയിടുന്നത്.
അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, കോളേജിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, എവിടെ വേണമെങ്കിലും ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഈ 2 എക്സാമ്പിൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലേ ഗിൽറ്റ് ട്രിപ്പിംഗ് എന്താണെന്ന്? ഇനി ഞാൻ ഇതിന്റെ ഡെഫിനേഷൻ പറയാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിൽറ്റ് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. കാര്യം നിങ്ങളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിൽ തെറ്റായി പോയല്ലോ എന്ന് ചിന്തിക്കുന്നതിന്റെ പേരാണ് ഗിൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗിൽറ്റ് ഒരിക്കലും മറ്റൊരാൾക്ക് നമുക്ക് ഇട്ടു തരാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനോ സാധിക്കുന്നതല്ല. കാര്യം അത് നമ്മുടെ ഉള്ളിൽ തോന്നണം. ഓക്കെ, നമ്മൾ ചെയ്ത ഒരു കാര്യം തെറ്റായി പോയെന്ന്. ഈ ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മാനുഫാക്ചേർഡ് ഗിൽറ്റാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്ത ഒരു നല്ലൊരു കാര്യത്തെ പോലും തെറ്റാണെന്ന് മറ്റൊരാൾ വിശ്വസിപ്പിക്കുന്നതിനാണ് ഈ ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ ഈ ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു മാനിപ്പുലേഷൻ ടാക്ടിക്. ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് മാനിപ്പുലേഷൻ ടാക്ടിക്കിലേക്ക് പോവാം. അതാണ് സൈലന്റ് ടാക്ടിക്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് ഈ ടോക്സിക് റിലേഷൻഷിപ്സിലൊക്കെ വളരെയധികം കൂടുതലായിട്ട് നടക്കുന്ന ഒരു തരം വൃത്തികെട്ട മാനിപ്പുലേഷൻ ടാക്ടിക്കാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം മിണ്ടുന്നില്ല എന്ന് പറയാൻ നേരത്ത് നിങ്ങളോ നിങ്ങളുടെ ഗേൾഫ്രണ്ടോ അല്ലെങ്കിൽ ആരായിക്കോട്ടെ നിങ്ങളുടെ പാർട്ട്ണർ പെട്ടെന്ന് ഒരു ദിവസം സൈലന്റ് ആയി പോവാണ്, സൈലന്റ് മൂഡിലേക്കായി പോവാണ്. അപ്പൊ എന്താണ് കാര്യം എന്ന് നിങ്ങൾ ചോദിക്കാൻ നേരത്ത് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, ആളും പറയുന്നില്ല. ഓക്കെ, ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. നെക്സ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിലും അയാൾ മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആങ്സൈറ്റി ലെവൽ അവിടെ കൂടും. കാരണം നിങ്ങൾക്ക് അതൊരു സ്ട്രെസ് വരും. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ ചോദിച്ചു തുടങ്ങും. സെക്കൻഡ് ഡേ മുതൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമാണോ? അപ്പോൾ സെക്കൻഡ് ഡേയും മിണ്ടില്ല. തേർഡ് ഡേ അല്ലെങ്കിൽ ഫോർത്ത് ഡേ ആയിരിക്കും ഒരു റിപ്ലൈ ചെയ്യുന്നത്, ഓക്കെ നീ അന്ന് അങ്ങനെ ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4 ദിവസത്തേക്ക് മറ്റൊരാളെ ഒരു സ്ട്രെസ്സിന്റെ ഹൈയിലേക്ക്, ഒരു ആങ്സൈറ്റിയുടെ ഹൈയിലേക്ക് മറ്റൊരാൾ എത്തിക്കുകയാണ്. ഇത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഇത് ഓഫീസ് പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം, അത് സെക്കൻഡ് നമ്പർ എക്സാമ്പിൾ ആണ്, പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ചെല്ലാൻ നേരത്ത് നിങ്ങളെ കൊളീഗ് നിങ്ങളായിട്ട് മിണ്ടുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ പോലും മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് അവരൊരു ആങ്സൈറ്റിയിലേക്കും ഇതേപോലെ തന്നെ ഒരു വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സിലേക്കൊക്കെ ഇവർ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാൻ നേരത്ത് ഇനിയിപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മളുടെ അടുത്ത് ഒരു 1 ഡേ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പലരും പറയും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂഡ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലല്ല ഇരിക്കുന്നത്, കുറച്ച് നേരത്തേക്ക് എന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. പക്ഷെ അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ടാക്ടിക് ആണിത്. അപ്പോൾ സൈലന്റ് ടാക്ടിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ നിന്ന് ഈസി ആയിട്ട് ഊരി പോരാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ സൈലന്റ് ആവുന്നത് അവർക്ക് വേണമെങ്കിൽ ഒരു 1 ഡേ കൊടുക്കുക, നെക്സ്റ്റ് ഡേ മുതൽ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ അവർ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൂട്ടാനും നിങ്ങളുടെ ഗിൽറ്റിനെ കൂട്ടിക്കാണിക്കാനുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൽ നിങ്ങൾ വൾണറബിൾ ആവാതെ അത് സർവൈവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു പരിപാടി പൊളിയും. അപ്പൊ എന്താണ്, അവർ അടുത്ത പരിപാടി എടുക്കും. അതൊക്കെ നെക്സ്റ്റ് അടുത്തൊരു 3 ടാക്ടിക് പറയാൻ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ 3ാമത്തെ മാനിപ്പുലേഷൻ ടാക്ടിക്കിലേക്ക് വന്നു. ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയാൻ നേരത്തെ ക്ലീഷ് ആയിട്ടുള്ള ഒരു കോമഡി ഉണ്ടല്ലോ, അത് ഞാനിവിടെ അടിക്കുന്നില്ല, ഞാൻ സീരിയസ് ആയിട്ട് ഗ്യാസ് ലൈറ്റിംഗിലേക്ക് പോവാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മമ്മൂട്ടി ചെയ്തൊരു പടമുണ്ട്, തനിയാവർത്തനം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ആ സിനിമയിൽ കാണിക്കുന്നതാണ് ഗ്യാസ് ലൈറ്റിംഗ്, വേറെ ഒന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി അതിൽ അഭിനയിക്കുന്ന ക്യാരക്ടർ വളരെ നോർമൽ ആയിരിക്കും ഫസ്റ്റ് ഹാഫിലും ഒരു സെക്കൻഡ് ഹാഫിന്റെ ഒരു തുടക്കം വരെയൊക്കെ. പക്ഷെ മറ്റുള്ള ആൾക്കാർ അതിൽ ഭ്രാന്തനാണ്, നീ ഒരു ഭ്രാന്തനാണ്, നീ എന്താ പറയുക, നീ മെന്റലി സ്റ്റേബിൾ അല്ല, നീ എനിക്ക് ഭ്രാന്താണ്, നിനക്ക് വട്ടാണെന്ന് പറഞ്ഞ് എൻഡിലാവാൻ നേരത്ത് അദ്ദേഹത്തിനെ മുഴുവൻ ഭ്രാന്തനാക്കി മാറ്റുന്നതാണ് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഗ്യാസ് ലൈറ്റിംഗ്. 1994 US പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, അതിന്റെ പേരാണ് ഗ്യാസ് ലൈറ്റ്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള ഒരു പേര് ഈ മാനിപ്പുലേഷനിൽ ടാക്ടിക്കിൽ പ്രോപ്പറായിട്ട് വന്നത്. കാര്യം എന്ന് വെച്ചാൽ ആ സിനിമയുടെ ഉള്ളടക്കം ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് താമസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ റൂമിലുള്ള ലൈറ്റ് പറ്റുന്നില്ല. ലൈറ്റ് പറ്റാത്ത സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് കുറയ്ക്കും. ഈ നൈറ്റ് ടൈംസിൽ കുറച്ച് ലൈറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് വൈഫ് പറയും, എന്താണ് നിങ്ങൾ ഈ ലൈറ്റ് കുറച്ചിട്ടിരിക്കുന്നത്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയാൻ നേരത്തെ അദ്ദേഹം പറയും, ഞാൻ കുറച്ചിട്ടില്ലല്ലോ, ലൈറ്റ് നോർമലാണ്, ലൈറ്റിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. പിന്നെയും ഒരു പോയിന്റ് അവർ കുറക്കാൻ നേരത്ത് പിന്നെയും ഒരു പോയിന്റ് ഇയാൾ കുറക്കാൻ നേരത്ത് നെക്സ്റ്റ് ഡേ വരുമെന്ന് ചോദിക്കാൻ നേരത്ത് അയാൾ പറയും, ഞാൻ കുറച്ചിട്ടില്ല, നിനക്ക് തോന്നിയതായിരിക്കാം. ഇങ്ങനെ പറഞ്ഞ് ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു മെന്റൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് വൈഫിനെ കടത്തി വിടുന്ന ഒരു സിനിമയാണ് ഗ്യാസ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ ഗ്യാസ് ലൈറ്റ്. അപ്പോൾ നമുക്ക് 4ാമത്തെ മാനിപ്പുലേഷൻ ടാക്ടിക്കിലേക്ക് കടക്കാം.
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി ഇറോഷൻ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞുതരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു 3 കുട്ടികളുണ്ടായി നോക്കിയാൽ അതിൽ 2 പേര് നല്ല രീതിയിൽ പഠിക്കും, ഒരാൾ കുറച്ച് മോശമാണ് പഠിക്കാൻ. അങ്ങനെയുള്ള രീതിയിൽ വരാൻ നേരത്തെ ഒരു നോർമൽ കേരള ഫാമിലിയിലാകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂത്തവർ രണ്ടുപേരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഈ മൂന്നാമത്തെ ആ ഒരു ചൈൽഡിനെ, അല്ലെങ്കിൽ ആ പഠിക്കാൻ മോശമായിട്ടുള്ള ഒരു വ്യക്തിനെ ചെറുപ്പം മുതലേ എന്ത് ചെയ്യും? നീ പഠിക്കാൻ കൊള്ളൂല, ഒന്നിനും കൊള്ളൂല, നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും അദ്ദേഹത്തെ ആ ലോകം കാണാൻ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കുറച്ച് കഴിയാൻ നേരത്തെ തന്നെ ഒരു പ്രൈമറി ഒരു കണ്ടീഷനിങ്ങിലേക്ക് എത്തും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം നോട്ട് ഫിറ്റ് ഇൻ ദിസ് വേൾഡ് എന്നുള്ള രീതിയിലുള്ള ഒരു കണ്ടീഷനിങ്ങിലേക്ക് എത്തും. അത് എത്തിക്കഴിയാൻ നേരത്ത് പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അത്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും അതേപോലെ തന്നെ പഠിത്തത്തിൽ മാത്രമല്ലാതെ ബാക്കിയുള്ള അദ്ദേഹം നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തയും സക്സസ്ഫുൾ ആവാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അദ്ദേഹത്തിന് എത്തി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോർപ്പറേറ്റ് വേൾഡിൽ എന്താ പറയുക, നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ടാലന്റ് നേരത്തെ ഈ റിപ്പോർട്ടിംഗ് മാനേജേഴ്സ് പലരും ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ കമ്പനിയിൽ തന്നെ കൂടുതൽ കാലം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അവരുടെ ടാലന്റിനെ വില കുറിച്ച് കാണാൻ നോക്കും. ചെയ്യുന്നവർക്ക് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ചെയ്ത കാര്യം നല്ല രീതിയിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിങ് ശരിയല്ല, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ സെൽഫ് എസ്റ്റീമിനെ അല്ലെങ്കിൽ ആ ഒരു ടാലന്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്, ആ ഒരു എംപ്ലോയി അദ്ദേഹം എന്താ പറയുക, ഒരു മറ്റുള്ളവരെക്കാൾ കുറച്ച് താഴ്ന്നതാണെന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്ത് ഫുള്ള് എന്ത് സംഭവിക്കും? ആ കമ്പനിയിലേക്ക് ലോങ് ടേമിൽ അദ്ദേഹത്തിനെ നിർത്താൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നതും ഇത് ഒരുപാട് പേര് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ഐഡന്റിറ്റി ഇറോഷൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റിനെ, നിങ്ങളുടെ കഴിവിനെ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വേൾഡ് കാണുന്നത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ പരസ്പരം ഒരു ബന്ധമില്ലാത്ത രീതിയിൽ കെടുത്തി കളയുക എന്നുള്ളതാണ് ഐഡന്റിറ്റി ഇറോഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. കാരണം വളരെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സൈലന്റ് ട്രീറ്റ്മെന്റ് പോലുള്ള മാനിപ്പുലേഷൻ ടെക്നിക്സ് സംഭവിക്കുന്നത് ചിലപ്പോൾ 1-2 ദിവസങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡന്റിറ്റി ഇറോഷൻ ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1-2-3 മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ കൊണ്ട് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർഫുൾ ആയിട്ടിരിക്കുക, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാനിപ്പുലേഷൻ ടെക്നിക്കിലേക്ക് കിടക്കാം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ളതും വളരെ ഫേമസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ് ലവ് ബോംബിംഗ്. ലവ് ബോംബിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്ലീഷയുടെ എക്സാമ്പിൾ വരില്ലേ, ആ എക്സാമ്പിൾ ഞാനിവിടെ പറയുന്നില്ല. ഞാൻ വേറെ ഒരു രീതിയിലുള്ള ഒരു എക്സാമ്പിൾ പറയാം. കാര്യം എന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് സിസ്റ്റത്തിൽ ഈ ലവ് ബോംബിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നിങ്ങളൊരു പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു, നിങ്ങൾക്കൊരു റിപ്പോർട്ടിംഗ് മാനേജർ ഉണ്ട്, അതേപോലെ പല സീനിയർ അതോറിറ്റീസും ഉണ്ട്, പിന്നെ കുറേ കൊളീഗ്സും ഉണ്ടെന്ന് നോക്കിയാൽ. അപ്പോൾ ഈ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് മാനേജറിനെ ഒരു പെറ്റായിട്ട് ചിലപ്പോൾ നിങ്ങളെ അവർ ട്രീറ്റ് ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് അത്ര നല്ലതാണ്, നിങ്ങൾ ചെയ്യുന്ന റിപ്പോർട്ടിങ് അത്ര നല്ലതാണ്, നിങ്ങൾ ഓരോ കാര്യങ്ങളും വളരെ ക്വാളിറ്റിയിലൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വെറുതെ ഇങ്ങനെ ചുമ്മാ ഓരോന്നിങ്ങനെ കിട്ടുകയെന്ന് നിങ്ങളൊന്ന് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്ത് വേണമെങ്കിലും ആയിരിക്കാം, ഏത് മേഖലയിലുള്ള ഒരാളാണെങ്കിലും ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 2 മാസമൊക്കെ നമ്മളിങ്ങനെ പൊക്കി ഒരു പോയിന്റിൽ എത്തിയതിനു ശേഷം പിന്നീട് അവരവരുടെ സ്വഭാവം കറക്റ്റായിട്ട് പുറത്ത് കാണിച്ചു തുടങ്ങും. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരിൽ ഡിപ്പെൻഡന്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരെ പോകും. ആ ഡിപ്പെൻഡന്റ് ആയതിനു ശേഷമായിരിക്കും അവരിലൊരു ചേഞ്ച് വരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു പോയിന്റിൽ നിന്ന് അവരുടെ സ്വഭാവം മാറ്റി തുടങ്ങും. പിന്നീട് പതുക്കെ നമ്മളെ മെന്റലിയും ആൻഡ് ഇമോഷണലി ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. എന്താണ്, ഇതുവരെ എല്ലാം ശരിയായിരുന്നു, പക്ഷെ ഇപ്പോൾ ശരിയല്ല, ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വർക്കിന് ക്വാളിറ്റി ഇല്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളായിട്ട് നമ്മളെ മെന്റലി ആൻഡ് ഇമോഷണലി ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. ഇത് ഒരുപാട് കമ്പനീസിൽ നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യത്തെ എക്സാമ്പിളായിട്ട് ലവ് ബോംബിങ്ങിന്റെ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ രണ്ടാമതൊരു എന്താ പറയുക, എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു ടൈമും അതിനുശേഷം, ഇപ്പോൾ എന്താ പറയുക, ഒരു ലവ് മാരേജ് പോലത്തെ ഒരു സിറ്റുവേഷനിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഫോർ മാരേജ് പീരീഡ് എന്ന് പറയാൻ നേരത്ത് ഈതർ പാർട്ട്ണർ ആരാണെങ്കിലും അവര് അതേ പാർട്ട്ണറിനെ വളരെ രീതിയിൽ എന്താ പറയുക കൂടുതൽ കെയറും കൂടുതൽ അഫെക്ഷനും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഒരു ഡിപ്പെൻഡന്റ് എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റുന്നു. അതിനുശേഷം അവർക്ക് ആ ഒരു കോൾ കിട്ടാതെയോ അല്ലെങ്കിൽ മെസ്സേജ് കിട്ടാതെയോ ഒക്കെ അവരുടെ പാർട്ട്നേഴ്സിന് മുന്നോട്ട് പോകാൻ ഡിഫിക്കൽട്ട് ആകുന്നു, അല്ലെങ്കിൽ മെന്റലി ആൻഡ് ഇമോഷണലി അവരുടെ ഹൃദയത്തിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കോൾ കിട്ടിയില്ലെങ്കിൽ എന്നൊക്കെ ഉള്ള രീതിയിൽ വരാൻ നേരത്ത് എന്ത് ചെയ്യുന്നു, ഇവർ ആ ഒരു സ്വഭാവം അങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ എന്താണ്, കംപ്ലീറ്റ് ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഇവരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ആ നെക്സ്റ്റ് പാർട്ട്ണർ മാറുകയാണ്.
അപ്പോൾ അതാണ് ലവ് ബോംബിങ്ങിൻ്റെ ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഒരു നോർമൽ എക്സാമ്പിൾ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എൻഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ഈ ഡാർക്ക് സൈക്കോളജി കോൺസെപ്റ്റ്സും മാനിപ്പുലേഷൻ ടാക്ടിക്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ബിൽഡ് ചെയ്തെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണോ വേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു റിലേറ്റഡ് ഫീൽഡിലോ അല്ലെങ്കിൽ റിലേറ്റഡ് സ്പെക്ട്രം ഓഫ് കോണ്ടന്റ്സിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ജസ്റ്റ് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.